RSSും BJPയുമായി പതിറ്റാണ്ടുകൾ പൊതുപ്രവർത്തനം നടത്തിയ തിരുമല അനിൽ ഒടുവിൽ ഒരു കത്തെഴുതി വെച്ച് ജീവനൊടുക്കുകയായിരുന്നു. സംഘബോധം തീർത്ത് പൈസ വസൂലാക്കി BJP നേതാക്കൾ മുങ്ങിയതാണ് ആ പാവം മനുഷ്യന്റെ ജീവൻ ചോദ്യചിഹ്നം പോലെ ആടുന്നതിലേക്ക് നയിച്ചത്. ഒറ്റ പൈസ താൻ എടുത്തിട്ടില്ല. എല്ലാവരെയും സഹായിച്ചെങ്കിലും എല്ലാവരും ആപത്ത് കാലത്ത് ഒറ്റപ്പെടുത്തി. ഹൃദയരക്തത്തിൽ കുതിർന്ന ആ ആത്മഹത്യാക്കുറിപ്പ് BJPക്ക് മേൽ കഠോര വാളായി ആടുകയാണ്. 35 ലക്ഷം വീതം വായ്പയെടുത്ത് മുങ്ങിയ BJP നേതാക്കന്മാരടക്കം കോടികളുടെ ബാധ്യതയ്ക്ക് കണക്ക് പറഞ്ഞേ തീരൂ. BJP നേതാക്കളെ നിങ്ങൾ ED അടക്കം അധികാരത്തിൻ്റെ അപ്പോസ്തലങ്ങളിലെ ഹുങ്ക് ഉപയോഗിച്ച് മറ്റുള്ളവരെ വിരട്ടിയ BJPയും കേന്ദ്ര ഏജൻസികളും ഇതിലെന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. എടുത്താലും ഇല്ലേലും ആ മനുഷ്യൻ്റെ രക്തത്തിലെ പാപക്കറ BJPയുടെ കളസത്തിലുണ്ടാകും. അതിന് BJPയെ കൊണ്ട് കേരളം കണക്ക് പറയിച്ചിരിക്കും. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മേൽ അക്രമം തീർത്താലും ഈ നാട് പിന്മാറില്ല. പിന്നെ കൈരളിയിലെ മാധ്യമപ്രവർത്തകയോട് മോശമായി ആക്രോശം തീർത്ത BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ആ വേല കയ്യിലിരിക്കട്ടെ. മുമ്പിൽ കളസവുമിട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന താങ്കളുടെ ശമ്പളം പറ്റുന്ന ചാനൽ പ്രവർത്തകരെയേ താങ്കൾ കണ്ടിട്ടുള്ളൂ. ഇത് കൈരളിയാണ്, വിത്ത് വേറെയാ. അമ്മായിയപ്പൻ്റെ സാമ്രാജ്യത്തിലെ പണം കണ്ടുവന്നവരല്ല ഞങ്ങൾ. കൊത്തി മുറത്തിൽ കൊത്തേണ്ട. ആ തടി പോരാ ഇവിടെ. നിങ്ങളുടെ തലതൊട്ടപ്പൻ അമിത് ഷാ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ താങ്കൾ. വിരട്ടും വിളയാട്ടവുമായി മടിയിലെ കനം മറയ്ക്കാനാകുമോ BJPക്ക്?